അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോകപ്രശസ്ത സാഹിത്യകാരൻ മിലൻ കുന്ദേര പറയുന്നൊരു കഥയുണ്ട്. അധിനിവേശകാലത്ത് തന്നെ രാജ്യം വിട്ടോടേണ്ടി വന്ന ഒരു ചെക്കോസ്ലോവാക്യൻ പൗരൻ. അദ്ദേഹം അതിർത്തിയിലെത്തിയതിനു ശേഷം അവിടുത്തെ മൈഗ്രേഷൻ ഓഫീസർമാർ അദ്ദേഹത്തിന് ഒരു ഗ്ലോബ് നൽകിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അദ്ദേഹം ആ ഗ്ലോബിൽ നിന്ന് വാങ്ങി നിരീക്ഷിച്ചതിന് ശേഷം തിരിച്ചു ചോദിക്കുന്നുണ്ട്, വേറെ ഗ്ലോബുണ്ടോ? പ്രശ്നകലുഷിതമായ ഒരു ഭൂമിയല്ലാതെ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഒരു ഗ്ലോബ് എടുത്ത് നൽകുക? ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനെ അവന്റെ അവകാശങ്ങൾ ലഭിക്കാത്ത തീർത്തും അരക്ഷിതാവസ്ഥയാണ് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ലഭിക്കേണ്ട അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ വർത്തമാനകാലത്ത് ലോകത്ത് ഇന്ത്യയുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യാവകാശങ്ങൾ പ്രത്യക്ഷമായി തന്നെ ഹനിക്കപ്പെടുന്നത് കാണാം. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ മാത്രമല്ല അതിനുദാഹരണം. അതിനുവേണ്ടി ജീവിക്കുന്ന ഉദാഹരണമാണ് സയനിസ്റ്റ് രാഷ്ട്രം. ഒക്ടോബർ 7 എന്ന എല്ലാ കഥയുടെ പേരിൽ ഫലസ്തീനിനെ ആക്രമിക്കുന്നത്. ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും ഒരു ദിവസം തന്നെ പ്രിന്റ് ചെയ്യപ്പെടുന്ന 335 വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുന്ന കുഞ്ഞു ശരീരങ്ങൾ. മരിച്ചവരുടെ എണ്ണം പിറ്റേന്ന് അച്ചടിക്കപ്പെടുന്ന പത്രങ്ങളിൽ അക്കങ്ങളായെങ്കിലും ഉണ്ടെങ്കിൽ കൈകാലുകൾ ചിതറിവരുടെ ആർത്തനാദങ്ങൾ ആര് കേൾക്കുന്നു? ഫലസ്തീനിയൻ കവി മഹ്മൂദ് ദർവീഷി പറയുന്ന ഒരു കവിതയുണ്ട്, ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകാനാണ്? അവസാനം ഈ നീലാകാശവും കടന്ന് കിളികൾ എങ്ങോട്ട് പറക്കാനാണ്? വർണ്ണവറി ബാധിച്ച ഫാസിസ്റ്റ് ജ്വരം തലക്ക് പിടിച്ച മുതലാളിത്തം മഴിഞ്ഞാടുന്ന രക്തകൊതിയന്മാരായ മനുഷ്യരും ഭരണാധികാരികളുമാണ് ഇത്തരത്തിലുള്ള നരഹത്യകൾക്ക് നേതൃത്വം നൽകുന്നത്. അതിഗാഢമായ വിവേചനങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാകുന്നത് പാവപ്പെട്ട നാടുകളിലെ മനുഷ്യർ മാത്രമാണ്. റോഹിംഗ്യകളും ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങളും ഇപ്പോഴും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ പോലത്തെ യുദ്ധങ്ങളും ബാക്കി വെക്കുന്നത് മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇന്ത്യയുടെ സ്ഥിതി മറിച്ചല്ല. അപരവൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ ബുൾഡോസർ രാജിന് കുടപിടിക്കുന്നത് അവിടുത്തെ പോലീസും സർക്കാരുമാണെന്നതിൽ തർക്കമില്ല. ഈ അടുത്ത ബീഹാറിലെ ഏക സിവിൽ കോഡിന്റെ ബാക്കി പത്രമായ വോട്ടർ പട്ടിക പരിഷ്കാരവും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. നീറുന്ന ഓർമ്മകളായ ഗുജറാത്ത് കലാപവും മണിപ്പൂർ കലാപവും മുസഫർ കലാപവും എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക? നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി പോലും ശുഭകരമല്ല. വൈരന്ധ്യമായ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ദളിതരും ആദിവാസികളും. പ്രൊഫസർ കുഞ്ഞാമൻ അദ്ദേഹത്തിന്റെ എതിരി എന്ന പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്, ദളിതരെ എന്നു മുതലാണ് മനുഷ്യരായി പരിഗണിക്കാൻ തുടങ്ങിയത്? 1950 ഭരണഘടന നിലവിൽ വരുന്നതുവരെ തൊട്ടുകൂടാത്തവരും തീണ്ടികൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായിരുന്നു അവർ. 1950 ഭരണഘടന ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചെങ്കിലും പ്രായോഗികവൽക്കരിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1948 യുഎന്നിന്റെ ചരിത്ര പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നുണ്ട്. എങ്കിലും കൊട്ടിഘോഷിക്കപ്പെട്ട് ചുട്ടെടുത്ത ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളും വെറും കടലാസുകൾ ഒതുങ്ങുന്നവയാണ്. അവ ഓരോ നാടുകളിലും നടപ്പാക്കേണ്ട പ്രായോഗിക നിർദ്ദേശങ്ങൾ പോലും ഇല്ലാത്ത കേവല സിദ്ധാന്തങ്ങൾ. അതിൽപ്പുറം ഭൂമിയിൽ ഒരു ഇഞ്ച് പോലും സ്വന്തമായി ഇല്ലാത്തത് കൊണ്ട് അവ നടപ്പാക്കണം എന്ന് നിർബന്ധിത സ്വരത്തിൽ പറയാൻ കഴിയാത്ത സംഘടനയുടെ ഓരോ പരിമിതികളും ഓരോ രാഷ്ട്രവും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ മനുഷ്യാവകാശങ്ങൾ ഇപ്പോഴും മരീചികയായി തുടരുന്ന ഗതികേടാണ്. ഇവിടെയാണ് തിരുപ്രവാചകരും വിശുദ്ധ ഇസ്ലാമും മാതൃകയാകുന്നത്. പ്രകൃതിയിലെ ചേതനവും അചേതനവുമായ ഓരോ വസ്തുക്കൾക്കും അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം. ലോകത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും അവകാശം എന്ന പദം പോലും അറിയാതെ ജീവിച്ചിരുന്ന അതിഗാഠമായ പശ്ചാത്തലത്തിൽ വ്യത്യസ്ത നാട്ടുകാർ, വിഭിന്ന ഗോത്രങ്ങൾ, പല ജാതി വർഗങ്ങൾ ഇങ്ങനെ തുടങ്ങി തികച്ചും ബഹുസ്വരമായൊരു ജനതയെ അറഫയിൽ അണിനിർത്തിക്കൊണ്ട് ഓരോ മനുഷ്യന്റെയും ചെറുതും വലുതുമായ അവകാശങ്ങളെ അക്കമിട്ട് നിരത്തുന്ന തിരുപ്രവാചകരുടെ തന്നെ ആദ്യ ലോക ചരിത്രത്തിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം ലോകം ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യാവകാശങ്ങൾ എന്നത് വെറും കടലാസുകളിലും പ്രഭാഷണങ്ങളിലും ഒതുങ്ങേണ്ടവയല്ല, മറിച്ച് ഓരോ മനുഷ്യനും അനുഭവിക്കാൻ കഴിയേണ്ടതാണ്. ഫലസ്തീനിലെ പോലെ മനുഷ്യാവകാശ നിയമങ്ങൾ മാത്രമല്ല, മനുഷ്യത്വം കൂടി ബാക്കിയാകേണ്ടതുണ്ട്. അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടവരുമായി ചേർന്ന് നിൽക്കാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.